ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റർ മിസ്സിസ് സോൾ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. 2-3 ദിവസത്തെ വീഡിയോ ഒരുമിച്ചിട്ടേക്കണം കേട്ടോ. കുറേ ഷോർട്സ് പേരുവിളിയുടെ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോ എല്ലാം കൂടി എടുത്തിടാമെന്ന്. ചെറിയ ചെറിയ ഷോർട്സ് ആയിരുന്നു കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അത് ലോങ് വീഡിയോ ആയിട്ട് ഇടുമ്പോൾ കാണാനൊരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാം കൂടി ഇടാമെന്ന് വിചാരിച്ചു. ഇതൊരു ബിസി ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. കാരണം രാവിലെ എന്നതേ ചേട്ടനും വാവക്കും ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ സാരിയുടെ കളർ ലാവൻഡർ ആയതുകൊണ്ട് തന്നെ വാവക്കും ചേട്ടനും സെയിം ഡ്രസ്സ് എടുക്കാൻ ഉള്ള കട മുഴുവൻ തപ്പിയിട്ടും കിട്ടിയില്ല. ബോയ്സിന് അങ്ങനെയുള്ള പിങ്ക്, ലാവൻഡർ ഇതൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അങ്ങനെ ലാസ്റ്റ് ഒരു 12 ഞങ്ങൾക്ക് 2 മണിക്കൂറാകുമ്പോൾ സമയം തന്നിട്ട് വേഗം പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വാവന നമ്മുടെ കയ്യിലൊക്കെ ആക്കി പോയി. പിന്നെ ലാസ്റ്റ് ഒരു സ്ഥലത്തു നിന്ന് ചേട്ടന് ഡ്രസ്സ് കിട്ടി, വാവക്ക് കിട്ടിയിട്ടുണ്ടായില്ല. എന്നിട്ട് വന്ന വഴിക്ക് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നെയിം റിവീലിങ്ങിൻ്റെ കൊറിയർ അതും എടുത്തുകൊണ്ട് വന്ന് അത് നമ്മുടെ ഇൻസ്റ്റയിൽ സെബിനാർട്സ് നമ്മളൊരു പേജിൽ തൃശ്ശൂരാണ് അവരുടെ പ്ലേസ് വരുന്നത്. അവിടെ നിന്നാട്ടോ നമ്മൾ മേടിച്ചത്. നല്ല സൂപ്പറായിരുന്നു. വാവക്ക് ലാവൻഡർ കിട്ടാത്തതുകൊണ്ട് ഞങ്ങളൊരു വൈറ്റും പിസ്ത കളറിനും കൂടെയുള്ളൊരു ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ അപ്പോഴേക്ക് ആശ നല്ല ബഹളമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വാവനെ ഉറക്കി അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ തുറന്ന് നോക്കി എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടാകുന്ന നോക്കി എല്ലാം സെറ്റാക്കി വെച്ച് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അനിയത്തിയും കൂടി അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണമായിരുന്നു. പിന്നെ അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കൊടുങ്ങല്ലൂരോട്ട് പോയി. ആദ്യം സെൻട്രൽ മാളിൽ നമ്മുടെ മാക്സ് ഉണ്ടല്ലോ, അവിടെ കയറി ഡ്രസ്സൊക്കെ നോക്കി. അവിടെ നല്ല സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ബോയ്സിന് ചെറിയ കുഞ്ഞു പിള്ളേർക്ക് പറ്റിയ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നതും സൺമോമോ കോംബോ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സൂപ്പറായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി ഇങ്ങനെ നടന്ന് അത് കഴിഞ്ഞ് അവൾ ഉദ്ദേശിച്ച ഡ്രസ്സ് അവിടെ നിന്ന് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോയി ചെറിയ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഡ്രസ്സ് കിട്ടി നേരെ വേഗം സമയമില്ലല്ലോ വേഗം ഓടി കൊടുങ്ങല്ലൂർ അമ്പലത്തിലൊക്കെ ആ വഴിയൊക്കെ ചെന്നൊന്ന് കറങ്ങി നേരെ ചെമ്പരത്തിലോട്ട് പോയി. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഒരു ദിവസവും ഇല്ലാത്ത തിരക്ക്, അത്രക്കും തിരക്കായിരുന്നു. അങ്ങനെ വേഗം ചേട്ടാ അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും മിക്കപ്പോഴും അവിടെ എന്തെങ്കിലും പരിപാടിക്ക് അങ്ങോട്ട് ചെല്ലണമുണ്ട് പുള്ളിക്ക് ഞങ്ങളറിയാം. അതുകൊണ്ട് വേഗം എടുത്ത് വാവയുണ്ട് വീട്ടിൽ വേഗം പോകണമെന്നൊക്കെ പറഞ്ഞു. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് വേഗം നമുക്ക് ഓരോ സാധനങ്ങൾ എടുക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന വഴിക്ക് വാവയുടെ ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അത് വെട്ടി ഒട്ടിക്കാനുണ്ടായിരുന്നു ഓരോ കാർഡ്ബോർഡിലും. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നേച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഡിസൈൻ ആക്കണം, എങ്ങനെ ബലൂണിൽ ഒട്ടിക്കണോ അല്ലെങ്കിൽ തൂക്കിയിടണോ ഫോട്ടോസൊക്കെ അതിൻ്റെ ചർച്ചയിലായി. അത് കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായിട്ട് അങ്ങനെ ആ ദിവസം ഇതായി. പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വാവയുടെയൊക്കെ ഞാൻ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും മാമനും മാമിയും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു, പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയായി ബലൂൺ വീർപ്പിക്കലൊക്കെ. പിന്നെ രാത്രിയത്തുള്ള ഭക്ഷണം ഉണ്ടാക്കലായിരുന്നു. ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു, തറവാട്ടിലെ ചാച്ചനും ചാമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ മാവനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാവ അവിടെ ഉറങ്ങാണ്ടിരിക്കുന്നുണ്ട് രാത്രിയായിട്ടും. അത് കഴിഞ്ഞിട്ട് ഇനി ചോറിട്ടൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഹോളിലോട്ട് പോയി അവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്നും പറഞ്ഞിരിക്കണേ. ഞങ്ങൾക്ക് ഡെക്കറേഷനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെങ്ങനെയാണ് ചെയ്തതെന്നൊന്നും അച്ഛൻ ഫോട്ടോ ഒന്നും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായില്ല. അപ്പം ഞങ്ങൾ വലിയ കാര്യത്തിന് ബലൂണൊക്കെ വീർപ്പിച്ചുകൊണ്ട് പോകണമായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് അവരെ വിളിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ നല്ല ഒട്ടിക്കലാണ്. കുറേ സമയം എടുത്തു. കുറേ ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്ത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ചോദിച്ചത് എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വേഗം ഫുഡ് കഴിക്കാൻ തിരക്കായിരുന്നു. അപ്പോഴേക്കും 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ. പിന്നെ വാവനെ ഉറക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനിരുന്ന്. അപ്പോൾ അതാണ് എൻ്റെ മൂത്ത ബ്രദർ എന്ന് പറയണ ആങ്ങള. അപ്പോൾ അവനും എന്നെ വീഡിയോയിൽ കാണിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഫുഡൊക്കെ കഴിക്കാനിരുന്ന്. എന്നിട്ട് കുറച്ച് നടന്നാൽ മതി വീടിൻ്റെ അവിടെ നിന്ന് ഹോളിലോട്ട് പോകാനായിട്ട്. അപ്പോൾ രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കണില്ല. പട്ടികളുടെ ശബ്ദമൊക്കെ ഇരുന്ന് നിറച്ച് അപ്പുറവും ഗേറ്റ് പൂട്ടിയിട്ടേക്കണോണ്ട് അങ്ങനെ വന്നില്ല. അങ്ങനെ ബലൂണൊക്കെ പിടിച്ച് ഞങ്ങൾ മറ്റേ ക്രിസ്മസ് കരോളിന് പോണ പോലെ അവിടെ എത്തി. നല്ല ബഹളമായിരുന്നു. ഞങ്ങൾ വർത്താനം പറഞ്ഞിട്ട് പോണത്. അവിടുത്തെ ആൾക്കാരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും പട്ടി എന്താണ് കുരക്കണേന്ന്, വല്ല കള്ളന്മാർ വന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അത്രയും പട്ടി കുരക്കണേന്ന് ഞങ്ങൾക്കാണെങ്കിൽ പേടിയുമുണ്ട്. പിന്നെ അവിടെ ചെന്നപ്പോൾ ചേട്ടനും കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഡെക്കറേറ്റ് ചെയ്തത് ഈ സംഭവത്തിലാണ് ഞങ്ങൾ ബലൂൺ വെക്കാൻ വന്നത്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത്രയും അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്.
ഞങ്ങൾ പറഞ്ഞിരുന്നത് ജസ്റ്റ് ഒരു കർട്ടനും പിന്നെ ഒരു പൂവിൻ്റെ ആർച്ചും അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്രയും ഭംഗിയായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബലൂണൊക്കെ ചെന്നപ്പോൾ ഇവരൊക്കെ പറഞ്ഞു അയ്യേ ഇതിൽ ബലൂൺ തൂക്കി ഇനി അലമ്പാക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളും പറഞ്ഞു ഇനി ബലൂൺ തൂക്കണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് ബലൂൺ വീർപ്പിച്ചല്ലേ ഇവിടെ ഇട്ടേക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചെയ്ത് കൂട്ടുകാരന്മാരൊക്കെ നിയോഗും അശ്വിനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരുന്നു വെച്ച് അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്ന് മാവനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ജസ്റ്റ് പണിയൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ വെറുതെ ഇരുന്നാൽ മതിയായിരുന്നു. നിയോഗം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അശ്വിനും ഉണ്ടായിരുന്നു, പിന്നെ ചേട്ടനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് ചെയ്ത് അതൊക്കെ കഴിഞ്ഞപ്പോഴും എത്രയോ 12-12:30 ആയിട്ടുണ്ടാവും അവിടെ നിന്ന് ഞങ്ങൾ പോയപ്പോൾ. എന്തായാലും ഡെക്കറേഷനും ഫോട്ടോ ഒട്ടിക്കലും എല്ലാം സൂപ്പറായിരുന്നു. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെ നടുക്കാനുള്ള നമ്മുടെ നെയിം ബോർഡ് ഹാങ് ചെയ്യേണ്ടത്, അതുകൊണ്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് മാറ്റി വെച്ച് നമ്മൾ എന്നിട്ട് ഓരോ സ്ഥലത്ത് ഒട്ടിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ വീണ വേസ്റ്റും അതൊക്കെ എടുത്ത് കളഞ്ഞ് എല്ലാം സെറ്റാക്കി നല്ല ഭംഗിയാക്കി വെക്കാൻ നേരിച്ച് രാവിലെ വരുമ്പോഴേക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ഞങ്ങളത് നോക്കിയിരിക്കണേരുന്നു, സൂപ്പറാണല്ലോ എന്നും പറഞ്ഞു. അത് കഴിഞ്ഞതേ പിന്നെ രാവിലെ ആ സമയത്ത് പേരുവള്ളിയുടെ സമയത്ത് വാവ് ഭയങ്കര കരച്ചിലായിരുന്നു. നമ്മൾ ചരടുകെട്ട് നൂലുകെട്ട് നേരത്തെ നടത്തിയിരുന്നല്ലോ, അതുകൊണ്ട് ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇത് കെട്ടണുണ്ടായിരുന്നുള്ളൂ. പിന്നെ പേര് വിളിക്കാൻ ചെവിയിൽ പേര് വിളിയൊന്നും ഉണ്ടായില്ല, അത് അമ്പലത്തിൽ വെച്ചാണ് നമ്മൾ ചെയ്യണത്. ആ സമയത്ത് വാവ നല്ല കരച്ചിലായിരുന്നു. അവൻ ഉറക്കം തന്നെ ടൈമായിരുന്നു, ഉറങ്ങിയിരിക്കണതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ വിളിച്ചത്. അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു അവൻ. ആ ടൈമിൽ ഡ്രസ്സൊന്നും ഇടിപ്പിച്ച് കൊടുക്കാൻ നിന്നില്ല, കാരണം കരയണേൻ്റെ ഇടയിൽ കൂടി ഇനി ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചാൽ ഒന്നും കൂടി വാശി കൂടും അവന്. അതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സൊന്നും ഇടിപ്പിച്ചില്ല, ആ മുണ്ട് തന്നെ ഉടുത്ത് ഞങ്ങൾ പേര് റിവീൽ ചെയ്യാൻ നിന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വാവയുടെ പേരൊക്കെ റിവീൽ ചെയ്തിട്ട് വാവയുടെ പേര് സെയിൻ എന്നാണ്, വീട്ടിൽ പബ്ലൂസ് എന്ന് വിളിക്കും. അങ്ങനെ അതേ പോവാറൊക്കെ ആയിട്ടാണ്. നമ്മൾ ഫുഡ് കഴിക്കണതൊന്നും എടുക്കാൻ പറ്റിയില്ല. ടൈമിൽ ഭയങ്കര തിരക്കായിരുന്നു, ആരും വീഡിയോ എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതേ വാവയ്ക്ക് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആൾക്കാർ. നമുക്കിവിടെ നിന്ന് വീട്ടിൽ നിന്ന് 1:30 ഇറങ്ങണമായിരുന്നു, ഇവിടെ 2 മണിക്ക് കയറുകയും ചെയ്യണമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അത് ഇവിടെ വരണേണെങ്കിൽ നമ്മുടെ മുട്ടറ്റമല്ല മുട്ടും മേലെ വെള്ളം ഇരുന്നിട്ടാണ്. നമ്മുടെ ഇവിടെ ഫുള്ള് വെള്ളം കയറി ആകെ അലമ്പായിട്ട് കിടക്കണമായിരുന്നു. എല്ലാവരും സാരിയൊക്കെ പൊക്കിയിട്ടാണ് നടന്ന് വന്നുകൊണ്ടിരുന്നത്. ഇത്രയും വെള്ളമായിരുന്നു, ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റില്ല നിങ്ങൾക്ക്, അങ്ങനെ വെള്ളമായിരുന്നു. പിന്നെ അമ്മ വന്ന് ഞങ്ങൾ ആരതിയെ കുഴിഞ്ഞ് അകത്തോട്ട്. അത്ര ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഭയങ്കര വാശിയൊക്കെ ഇരിക്കും, ആരുടെയും പോകില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ എല്ലാവരുടെയും പോയി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രേ ഉള്ളൂ നമ്മുടെ പേരുവിളിയും തലേദിവസത്തെ കാര്യങ്ങളും ഒക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നാളെ വരാം.